ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയായി 2,83,00,000 പേരാണ് അന്തിമ പട്ടികയിലുള്ളത്. 276 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 2087 പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, തദ്ദേശ വോട്ടർ പട്ടിക അന്തിമ രൂപം പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വോട്ടർ പട്ടികയിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, വാർഡ് പുനർവിഭജനത്തിന് ശേഷമുള്ള പുതിയ വാർഡുകളുടെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6,55,553 വോട്ടർമാരുടെ വർധനവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആകെ 2.83 കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇതിൽ 1,33,52,945 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. ഒപ്പം 1,49,59,242 സ്ത്രീ വോട്ടർമാരും ഈ പട്ടികയിലുണ്ട്. 272 ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളത്. ഒപ്പം 2087 പ്രവാസി വോട്ടർമാരും പുതുക്കിയ പട്ടികയിലുണ്ട്. ഓഗസ്റ്റ് 12 വരെയായിരുന്നു ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും പറയാൻ സമയം അനുവദിച്ചിരുന്നത്. നേരത്തെ ഈ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ നടപടികൾ നീട്ടിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യെസ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പേരുടെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി ഹൈക്കോടതി വിധി തെറ്റ് എന്ന് പറയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24 പ്രതികരിച്ചു. വർഗീയ സ്വഭാവമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉമർ ഖാലിദും ഷെർജിലും നടത്തി. ഇത് പ്രഥമദൃഷ്ട്യാ ഗുരുതരമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. ഒരു പ്രത്യേക മതവിഭാഗം കൂടുതലായ ഇടങ്ങളിൽ പ്രതികൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വർഗീയമായി ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരം ജാമ്യാപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സാമൂഹിക താൽപര്യം പരിഹരിക്കേണ്ടതുണ്ട്. ജയിൽവാസവും വിചാരണ വൈകുന്നതും എല്ലാ കേസുകളിലും ജാമ്യത്തിന് കാരണമല്ല. പ്രതിഷേധിക്കാനുള്ള അനിയന്ത്രിത അവകാശം ഭരണഘടനാ ചട്ടക്കൂടിനെ തകർക്കുമെന്നും ഡൽഹി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി ഹൈക്കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് ബിനോയ് വിശ്വം 24 പറഞ്ഞു. നിയമവാഴ്ചയെ മാനിക്കുന്ന എല്ലാ ആളുകളും ഒരേപോലെ പറയും ഈ തീരുമാനം, ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയും. 5 കൊല്ലമായി ഈ ചെറുപ്പക്കാർ ജയിലിലാണ്, വിചാരണ പോലുമില്ലാതെ. അതിനെല്ലാം ഭരണകൂടം ചവിട്ടിവരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭരണകൂട ധിക്കാരത്തിന്റെ മുമ്പിൽ കോടതി ഇതുപോലെ വിധേയത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ കോടതി അതിന്റെ മുമ്പിൽ ഇങ്ങനെ വച്ചാനിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇപ്പൊ കണ്ട കാര്യം. കലാപ ഗൂഢാലോചന കേസിൽ പ്രതികൾ 5 വർഷമായി വിചാരണയില്ലാതെ തടവിലാണ്. 24 ഡൽഹി. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ വാക്കാൽ നിരീക്ഷണം. കാലതാമസം നേരിടുന്ന കേസുകളുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രപതി റഫറൻസിലെ വാദം കേൾക്കലിന്റെ 6ാം ദിവസത്തിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. ബില്ലുകളിൽ കാലതാമസം നേരിടുന്ന കേസുകളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാം. എന്നാൽ ഇതിനർത്ഥം സമയപരിധി നിശ്ചയിക്കലല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സമയപരിധി തീരുമാനിക്കുന്നത് കോടതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് വാക്കാൽ പറഞ്ഞു. ഗവർണറും രാഷ്ട്രപതിയും സമയപരിധി പാലിക്കാത്തതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആശങ്ക അറിയിച്ചു. ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധി വേണമെന്നായിരുന്നു റഫറൻസിനെ എതിർത്തുള്ള വാദം. 24 ഡൽഹി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിൽ.
UGC ചട്ടപ്രകാരം VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് ചാൻസലർ ചൂണ്ടിക്കാട്ടുന്നു. ഗവർണറുടെ നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഉറപ്പാക്കിയ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണത്തലവനെന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും VC നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഗവർണർ ഹർജിയിൽ ഉന്നയിച്ചു. ബംഗാളിലെ VC നിയമന മോഡലിൽ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുക. ഇതേ മാതൃകയിലാണ് കേരളത്തിലെ സെർച്ച് കമ്മിറ്റി നടപടികൾ കോടതി നിശ്ചയിച്ചത്. UGC ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ VC നിയമനത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഗവർണർ ഹർജിയിൽ ആരോപിച്ചു. അതിനാൽ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും സെർച്ച് കമ്മിറ്റി തലവൻ റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ തയ്യാറാക്കുന്ന പാനൽ തനിക്ക് നേരിട്ട് കൈമാറണമെന്നും ഗവർണർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു. ഗവർണർ അപ്പീൽ പോയത് ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. VC നിയമന കേസിൽ കക്ഷി ചേരാൻ UGCയും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ആർ അച്യുതൻ, 24, ഡൽഹി. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മിനി കാപ്പനെ മാറ്റി സിൻഡിക്കേറ്റ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നതുവരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ R രശ്മിക്ക് രജിസ്ട്രാറിന്റെ ചുമതല നൽകി. മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. രജിസ്ട്രാർ കസേരയിലിരിക്കുന്ന മിനി കാപ്പൻ ആരാണെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയ രജിസ്ട്രാറാണെന്ന് VC മോഹനൻ കുന്നുമൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ പ്രതിഷേധം കടുത്തു. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. ഒടുവിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങിയ VC മിനി കാപ്പനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറായി. ഇന്നത്തെ യോഗശേഷം മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതല ഒഴിയും. ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ R രശ്മിയായിരിക്കും കേരള സർവകലാശാല രജിസ്ട്രാർ. ഇതോടെ സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായി. സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിക്കാനായിരുന്നു ആദ്യം ഇടതംഗങ്ങൾ ആലോചിച്ചത്. അതേസമയം മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. മുൻ പരീക്ഷാ കൺട്രോളർ അനന്തലക്ഷ്മിക്കും പുനർനിയമനം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 24, തിരുവനന്തപുരം. മാതാവിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വൈകാരിക പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ മരിച്ചുപോയ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചെന്നും എല്ലാ മാതാപിതാക്കളെയും കോൺഗ്രസും RJDയും അപമാനിക്കുന്നുവെന്നും മോദി വൈകാരികമായി പ്രതികരിച്ചു. ബീഹാറിലെ വനിതകൾക്കുള്ള സംരംഭകത്വ വികസന നിധി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്ത് തെറ്റാണ് അമ്മ ചെയ്തതെന്നും കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ആ വേദന മനസ്സിലാകില്ല എന്നും മോദി പറഞ്ഞു. തനിക്കുണ്ടായ വേദന ബീഹാർ ജനതയ്ക്ക് അറിയാമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. കലാപം പൊട്ടിപ്പുറപ്പെട്ട് 2 വർഷത്തിനു ശേഷം മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 13-ന് മോദി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സന്ദർശനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഒടുവിൽ മോദി മണിപ്പൂരിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിന്റെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനാണ് മോദി എത്തുന്നത്. ആദ്യം മിസോറാം സന്ദർശിക്കുന്ന മോദി ബൈരാബി സൈരാഗ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യും. ഐസ്വാളിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് 51 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽവേ ലൈൻ. ഇതിനുശേഷമായിരിക്കും മണിപ്പൂർ സന്ദർശനം. മിസോറാം സർക്കാർ വൃത്തങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എന്നാൽ കേന്ദ്രം ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല. 2023-ലെ കൂക്കി മെയ്തേയ് കലാപത്തിന് ശേഷം മോദി സംസ്ഥാനം സന്ദർശിക്കാത്തതിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നേരിട്ടും സംസ്ഥാനത്തെത്തിയിരുന്നു. 2 വർഷമായി തുടരുന്ന കലാപത്തിൽ 260ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്.
ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചത് മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. 24 ഡൽഹി. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. പഞ്ചാബിൽ 29 മരണം. ഹിമാചൽ പ്രദേശിലെ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. യമുന നദിയിൽ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണ്. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമായി നിരവധി പേരാണ് മരിച്ചത്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരണം 29ആയി. 2000-ലധികം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി ബാധിച്ച മേഖലകളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. ഡൽഹിയിലും NCR മേഖലയിലും വെള്ളം കയറി. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയാൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി മയൂർ വിഹാറിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ലോഹാപൂരിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കും. 24 ഡൽഹി. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. കുനാഡ് പ്രവിശ്യയിലെ ജലാലാബാദിന് സമീപത്താണ് ഇപ്പോഴുണ്ടായ ഭൂചലനത്തിന്റെയും പ്രഭവ കേന്ദ്രം. ഐക്യരാഷ്ട്രസഭയുടേതുൾപ്പെടെയുള്ള ദുരന്ത നിവാരണ സേന സംഭവസ്ഥലത്തേക്ക് നീങ്ങുകയാണ്. മരണസംഖ്യ ഉയരും എന്ന ആശങ്ക നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭ പങ്കുവച്ചിരുന്നു. ഭൂചലനത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം 1400 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ചോദ്യത്തിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ചോദ്യം ഇതാണ്: ലോക എന്ന സിനിമയുടെ നിർമ്മാണ കമ്പനി ഏതാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന നിലപാട് തിരുത്തി CPIM-ഉം. പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ടു പോവുകയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച CPIM 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിയെ തുടർന്ന് നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങി തിരുത്തിയ നിലപാടറിയിച്ച CPIM ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഒരിക്കൽ കൂടി നിലപാട് മാറ്റം ആവർത്തിക്കുകയാണ്. യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ എന്തവകാശമെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. സത്യവാങ്മൂലം തിരുത്തുമോ എന്ന ചോദ്യത്തിന് അപ്പോൾ മറുപടി പറയാമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. ശബരിമലയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും CPIM സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് തന്നെ. സമുദായ സംഘടനകളായ NSS-ഉം SNDP-യും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ BJP-യിൽ ആശയക്കുഴപ്പവുമുണ്ട്. 24 തിരുവനന്തപുരം. അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതിൽ UDF തീരുമാനം നാളെയുണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി നിലപാട് അറിയിക്കും. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തുറന്നു കാണിക്കണമെന്ന് UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഒരു ഏകാഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണോ വാർത്താ സമ്മേളനം നാളത്തേക്ക് മാറ്റുകയും അല്ലെങ്കിൽ ഇന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? വ്യത്യസ്ത അഭിപ്രായം പല ഘടകകക്ഷികളും ഉന്നയിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അത് ഒരു തീരുമാനം പ്രതിപക്ഷ നേതാവ് എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് പോയോ യോഗം?
വിജയകുമാർ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം പ്രബലമായ സമുദായ സംഘടനകളൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് രംഗത്ത് വന്നതോടുകൂടി വളരെ സൂക്ഷ്മതയോടായിരിക്കും UDF ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്നതാണ് UDF യോഗത്തിൽ പ്രധാനമായും ഉയർന്ന പൊതുവികാരം. പക്ഷേ പൂർണ്ണമായും അതിനെ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ള ചില അഭിപ്രായം കൂടി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ പരിശോധന നടത്താൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. സമുദായ സംഘടനകളുടെ നിലപാട് എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിലപാട് UDF നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. നാളെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഈ നിലപാട് പ്രഖ്യാപിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സമുദായ സംഘടനകളുടെ പിന്തുണ ഇക്കാര്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനമായും UDF-ഉം പരിശോധിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും അക്കാര്യത്തിൽ ഒരു നിലപാട് എന്തായാലും UDF പ്രഖ്യാപിക്കുന്നത്. തുടക്കം മുതൽ കോൺഗ്രസ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്കാര്യത്തിൽ പരസ്യമായി നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെയുള്ള ഒരു പിന്തുണ ദേവസ്വം ബോർഡിന് കൂടുതൽ സമുദായ പിന്തുണ വന്നതോടുകൂടി തന്നെയാണ് ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായത്. ഘടകകക്ഷിയിലെ ചില നേതാക്കൾ അല്ലെങ്കിൽ ചില ഘടകകക്ഷികൾ തന്നെ നല്ല കാര്യമാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചതോടെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ UDF-നെ പ്രേരിപ്പിച്ചത്. എന്തായാലും നാളെ ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വിശദീകരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വലിയ തരത്തിലുള്ള ഒരു എതിർപ്പിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാകില്ല. പക്ഷേ അപ്പോഴും ഇത് CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ അയ്യപ്പ സംഘവുമെന്ന് തുറന്നു കാട്ടുന്ന നടപടികളും UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. യെസ്, ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ UDF-നോ ആശയക്കുഴപ്പമുണ്ടോ എന്നറിയില്ല. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്നു. പക്ഷേ മുഖം കൊടുത്തില്ല. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ ഫോണിലൂടെ സംസാരിച്ചു. ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എന്തായിരിക്കും ഇതിലെ UDF നിലപാട് എന്നത് ഇന്നത്തെ യോഗത്തിന് ശേഷവും വ്യക്തമല്ല. നാളെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി അത് വിശദീകരിക്കും. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അച്ചടക്ക നടപടിയിലെ A ഗ്രൂപ്പ് വിമർശനത്തെ തള്ളുകയാണ് VD സതീശൻ അനുകൂലികൾ. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അന്ന് യോജിച്ചവർ ഇന്ന് എതിർക്കുന്നത് എന്തിനെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്നതാണ് A ഗ്രൂപ്പിന്റെ വിമർശനത്തോടെ കണ്ടത്. ഇതോടെ ചിതറിക്കിടന്ന A ഗ്രൂപ്പ് വീണ്ടും സജീവമായി. CPIM നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും കേസുകളും വന്നപ്പോൾ ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടികൾ ഒന്നുമുണ്ടായില്ല. എന്നാൽ രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ പ്രതിപക്ഷ നേതാവ് തിടുക്കം കാട്ടിയെന്നും വിമർശനമുയർന്നു. കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തിൽ പുനരാലോചന ഇല്ലെന്ന നിലപാടിലാണ് VD സതീശൻ പക്ഷം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ആരോപണമുന്നയിച്ച സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. ആരോപണമുന്നയിച്ചവരുമായി ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്ത 4 മാധ്യമപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഇതിനുശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക. 24 തിരുവനന്തപുരം. വ്യാജ പീഡന പരാതിയിൽ 11 വർഷത്തിന് ശേഷം മുൻ കോളേജ് അധ്യാപകനെ കുറ്റവിമുക്തനാക്കി കോടതി. കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥികൾ നൽകിയ പീഡന പരാതിയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥനെ വെറുതെ വിട്ടു. SFI അനുഭാവികളായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലായിരുന്നു അധ്യാപകൻ പ്രതിയായത്. 2014 കേസിനാസ്പദമായ സംഭവം. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്നു ആനന്ദ് വിശ്വനാഥൻ. MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച് വിദ്യാർത്ഥികളെ പിടികൂടിയതിന് പിന്നാലെ പീഡന പരാതി ഉയർന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ശേഷിക്കുന്നവയിൽ 3 വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ നൽകി. ഇതിലാണ് ഇപ്പോൾ അനുകൂല വിധി. സെക്ഷൽ ഹറാസ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലില്ലേ അതറിയുന്നില്ല, കോളേജിലെ വനിതാ ടീച്ചർമാരില്ലേ അറിയുന്നില്ല. എന്ത് ഒരു 500 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ജനമൈത്രി പോലീസില്ലേ, പറയാറുന്നില്ലേ, കംപ്ലൈന്റ് കൊടുക്കാറുന്നില്ലേ. ഇവിടെയും ഒന്നും പോകാത്ത കുട്ടികൾ ഈ പരാതി
5-ാം തീയതി എന്ന് പറയപ്പെടുന്ന സംഭവം പരാതിപ്പെടുന്നത് 16-ാം തീയതിയാണ്. അത് എവിടെ വെച്ചിട്ടാണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചിട്ട് എഴുതിയെന്നാണ് പിള്ളേർ കോടതിയിൽ വന്ന് പറഞ്ഞത്. SFI അനുഭാവികളായ പെൺകുട്ടികൾ മൂന്നാറിലെ CPIM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പാൾ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. 24 ഇടുക്കി. മലപ്പുറം ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ RSS ഗണഗീതം പാടി കുട്ടികൾ. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിക്കിടെയായിരുന്നു സംഭവം. പ്രതിഷേധവുമായി DYFIയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. അബദ്ധം പറ്റിയെന്നും വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടിയെടുത്തെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയിലാണ് RSS ഗണഗീതവും ഉൾപ്പെട്ടത്. ദൃശ്യം പ്രചരിച്ചതോടെ വിവാദമായി. ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചതാണ് എന്നാരോപിച്ച് DYFI പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. RSSന്റെ ഈ ഒളിച്ചുകളി ഈ വിദ്യാലയത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെയുള്ള അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് DYFIക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചത്. ഒരു മതത്തിൻ്റെയും ഭാഗമായ ഒന്നും സ്കൂളിൽ പാടില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ഒരു മതസംഘടനയുടെയും ഒരു പാട്ടും ഒരു സ്കൂളിലും പാടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നയം. ഈ അധ്യാപകർ, ഈ മാനേജ്മെൻറ്റ്, PTA ഇത് കുട്ടികളുടെ മേലെ ഇട്ടിട്ട് പടിചാരുകയാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഗണഗീതം അധ്യാപകർ എഴുതി നൽകിയതല്ലെന്നും വിദ്യാർത്ഥികൾ സ്വമേധയെ അവതരിപ്പിച്ചതാണെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ പരിശോധിക്കാതെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് ജാഗ്രത കുറവാണെന്നും പ്രധാന അധ്യാപിക ബിന്ദു. നടപടി എന്താ വെച്ചാൽ നമ്മുടെ ഗാന്ധി ദർശൻ ക്ലബിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ അത് കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞങ്ങളെടുത്ത തീരുമാനം. സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബ്ബാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. 24 തിരൂർ. ഭിന്നതകൾക്കിടെ ഓണം വാരാഘോഷത്തിന് ഗവർണറെ നേരിട്ട് ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസുമാണ് ഓണം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാൻ ഗവർണറെ ഔദ്യോഗികമായി രാജ്ഭവനിലെത്തി ക്ഷണിച്ചത്. ഗവർണർക്ക് സർക്കാരിന്റെ ഓണക്കോടിയും മന്ത്രിമാർ കൈമാറി. സർക്കാർ ക്ഷണം സ്വീകരിച്ച ഗവർണർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. പരിപാടിക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രിയും നേരത്തെ ഗവർണറെ വിളിച്ചിരുന്നു. സെപ്റ്റംബർ 9-നാണ് ഘോഷയാത്ര. രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം മന്ത്രി വി ശിവൻകുട്ടി ഇതാദ്യമായാണ് രാജ്ഭവനിലെത്തിയത്. ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെട്ടു. കോട്ടയം കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഓണവിഭവങ്ങളുമായി യാത്ര തിരിച്ചത്. ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്ന യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ പതിവ് തെറ്റിക്കാതെയാണ് ഇക്കുറിയും മങ്ങാട്ട് ഭട്ടതിരി കാട്ടൂരേക്ക് യാത്ര തിരിച്ചത്. കൃത്യം 11:45 തന്നെ കുമാരനെല്ലൂരിലെ മങ്ങാട്ടില്ലത്തു നിന്നും യാത്ര ആരംഭിച്ചു. മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണയും കാട്ടൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എവിടെയായിരുന്നാലും തിരുവാറന്മുളപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നിത്യപൂജയുണ്ട്. അങ്ങേയറ്റം വലിയൊരു നിയോഗമാണ്. അത് അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി നിറവേറ്റുന്നു. ഓണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളാണ് ഈ അകമ്പടി തോണിയിൽ കൊണ്ടുപോകുന്നത്. മീനച്ചിലാറ്റിലൂടെയും വേമ്പനാട്ട് കായലിലൂടെയും പമ്പയിലെത്തുന്ന തോണി തിരുവോണത്തലേന്ന് കാട്ടൂരിലെത്തും. ഇവിടെ നിന്നും 18 തറവാടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഭട്ടതിരിക്കൊപ്പം യാത്രയിൽ ചേരും. തുടർന്ന് തിരുവോണനാളിൽ തിരുവോണ തോണിയിൽ ഭട്ടതിരി ആറന്മുളയിലെത്തും. ആറന്മുള ക്ഷേത്രത്തിലെ അത്താഴപൂജയ്ക്ക് ശേഷമാണ് നാരായണ ഭട്ടതിരിപ്പാട് മടങ്ങുക. 24 കോട്ടയം. സപ്ലൈകോയിലെ പ്രതിദിന വിൽപ്പന 25 കോടിയിലേക്ക് അടുക്കുന്നു. ഇന്ന് വിറ്റത് 24 കോടിയിലധികം രൂപയുടെ സാധനങ്ങളാണ്. ഓണക്കാലത്ത് ഇതുവരെ സപ്ലൈകോ 344 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത്. 50 ലക്ഷത്തിൽ പരം ആളുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തി എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചത്.
നെഹ്റു ട്രോഫി വള്ളംകളിയിലെ 2ാം സ്ഥാനം ഉൾപ്പെടെയുള്ള ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ ബോട്ട് ക്ലബ്ബുകൾ. 2ാം സ്ഥാനത്തെത്തിയ പുന്നമട ബോട്ട് ക്ലബ്ബ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പരാതിയെ തുടർന്നാണ് ഫലപ്രഖ്യാപനം തടഞ്ഞത്. മുഴുവൻ പരാതികളും ഓണത്തിന് ശേഷം തീർപ്പാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ചില ചുണ്ടൻ വള്ളങ്ങളെക്കുറിച്ച് ലഭിച്ച പരാതികളാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് വെല്ലുവിളി. അനുവദനീയമായതിൽ അധികം ഇതര സംസ്ഥാന തൊഴിച്ചിലുകാരെ ഉപയോഗിച്ചതായാണ് പ്രധാന ആരോപണം. തടിത്തുഴ, ഫൈബർ തുഴ എന്നിവ ചട്ടവിരുദ്ധമായി ഉപയോഗിച്ചെന്നും പരാതിയുണ്ട്. 3ാം സ്ഥാനത്തെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഫലപ്രഖ്യാപനം തടഞ്ഞതിനെതിരെ 2ാം സ്ഥാനക്കാരായ പുന്നമട ബോട്ട് ക്ലബ്ബും പരാതി നൽകി. ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ട്രോഫി എന്തിനാണ് തടഞ്ഞു വെച്ചത്? 10ലേറെ പരാതികളാണ് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലെത്തിയത്. പരാതികൾ തീർപ്പാക്കി ഓണത്തിന് ശേഷം ഫലപ്രഖ്യാപനമെന്ന ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് 24-നോട്. പരാതികളുണ്ട്. നമുക്ക് അപ്പീൽ ജൂറിയുണ്ട്. ADM-ന്റെ നേതൃത്വത്തിൽ അപ്പീൽ ജൂറിയുണ്ട്. ആ പരാതികളൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്റെ നടപടി എടുക്കുന്നതാണ്. ഫലപ്രഖ്യാപനം വൈകുന്നത് നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിനെയും ബാധിച്ചേക്കും. 24 ആലപ്പുഴ. മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിന് ശാസ്താംകോട്ടയിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചു എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. നാഗർകോവിൽ കോട്ടയം ഡെയിലി എക്സ്പ്രസിന് ഓച്ചിറയിലും അധിക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന റെയിൽവേ ബോർഡിൻ്റേതാണ് ഈ തീരുമാനങ്ങൾ. യാത്രക്കാരുടെ ശ്രദ്ധയിലേക്ക്. മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിന് ശാസ്താംകോട്ടയിൽ അധിക സ്റ്റോപ്പ്, നാഗർകോവിൽ കോട്ടയം ഡെയിലി എക്സ്പ്രസിന് ഓച്ചിറയിലും അധിക സ്റ്റോപ്പ്. CPIM മാതൃക പിന്തുടർന്ന് സംസ്ഥാന സമ്മേളനത്തിൽ കേരള വികസനം അജണ്ടയാക്കാൻ CPIയും. ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന സമ്മേളനത്തിൽ വികസന കാഴ്ചപ്പാട് മുഖ്യ വിഷയമാകും. സംസ്ഥാന സമ്മേളനത്തിൽ വികസനം സംബന്ധിച്ച കർമ്മപദ്ധതി തീരുമാനിക്കുമെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP പറഞ്ഞു. കേരള വികസനത്തിൽ പാർട്ടിക്കുള്ള പങ്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ വികസന കാഴ്ചപ്പാട് ചർച്ച ചെയ്യാൻ CPI തീരുമാനിച്ചിരിക്കുന്നത്. പഴയ കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടിരുന്നാൽ പോരാ, ഭാവി കേരളത്തെ സംബന്ധിച്ച ആശയങ്ങൾ രൂപപ്പെടുത്തണമെന്ന നേതൃത്വ നിലപാടും ചർച്ചയ്ക്ക് വഴിവെച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഭാവിയിൽ ഏറ്റെടുക്കേണ്ട കടമകളിൽ മുഖ്യ വിഷയം സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടായിരിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള അജണ്ട പാർട്ടി പ്രത്യേകമായി ചർച്ച ചെയ്യും. അവന്റെ ഭൂതകാലത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വരും കാലത്തേക്ക് എങ്ങനെയാണ് കേരളത്തെ നയിക്കേണ്ടത് എന്നതിനാവശ്യമായ വലിയൊരു കർമ്മപദ്ധതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കും. വികസന കാര്യങ്ങളിൽ പാർട്ടിയുടെ പങ്ക് പറയാൻ മടിക്കുന്ന CPIന് പരോക്ഷ മറുപടി നൽകാനും CPI ശ്രമിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്കിനെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചില ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രസംഗിക്കാൻ സാധിക്കും, പക്ഷേ അശ്വമനുവിന്റെ പേര് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന വിരോധാഭാസമാണ്. CPIന്റെ കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖ ചർച്ച ചെയ്തിരുന്നു. ഇതേ മാതൃക പിന്തുടർന്നാണ് CPIയും വികസനം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാൽ 4 വകുപ്പുകൾ മാത്രം കയ്യിലുള്ള പാർട്ടിക്ക് എങ്ങനെ സമഗ്ര വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ച് നടപ്പാക്കാനാവുമെന്ന് നേതാക്കൾക്ക് സംശയമുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫർ 7ാം ദിവസത്തെ വിജയ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് നന്ദിലത്ത് ജി മാർട്ട് അത്തം പത്തോണം ലാഖ്പതി നറുക്കെടുപ്പ് നടക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് വിജയിക്ക് ലഭിക്കുക. തിരുവനന്തപുരം അട്ടിങ്ങൽ സ്വദേശി ജോയ് സുന്ദറിനാണ് 7ാം ദിവസത്തെ വിജയ്. പേര് ജോയ് സുന്ദരൻ. ജി മാർട്ട് ആറ്റിങ്കലിലാണ് പുള്ളി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.